ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1 and 2 ആണ്. 1 and 2. The Rajya Sabha has no power either to reject or to amend a money bill. നമ്മൾ പഠിച്ചതാണ് മണി ബില്ല് ആർട്ടിക്കിൾ 110 ആണ്. ലോക്സഭയ്ക്കാണ് പവർ കൂടുതൽ. The Rajya Sabha cannot vote the demands for grants. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. The Rajya Sabha cannot discuss the annual physical statement. അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മണി ബില്ലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് ചെയ്തതാണ്. ഏതോ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കയറി വന്നപ്പോൾ നമ്മൾ ചെയ്തതാണ്. When a bill is referred to a joining sitting of both houses of the parliament, it has to be passed by. അതായത് ഇതെന്താണ്, അവിടെ വേണ്ടത് സിമ്പിൾ മജോറിറ്റി ആണ്. എന്താണ് അവിടെ വേണ്ടത്? സിമ്പിൾ മജോറിറ്റി ആണ് വേണ്ടത്. സിമ്പിൾ മജോറിറ്റി ഓഫ് ദ സിമ്പിൾ മജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആണ് അവിടെ വേണ്ടത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? when a bill is referred to a joining sitting വേണം. അപ്പൊ അവിടെ എങ്ങനെ ആയിരിക്കണം? അത് പാസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സിമ്പിൾ മെജോറിറ്റി മതി. ജോയിനിങ് സിറ്റിംഗ് അറിയാലോ, രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതൊക്കെയാണ് കറക്റ്റ്? ഒന്നും കറക്റ്റ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെയ്തർ 1 nor 2. ഒന്നും കറക്റ്റ് അല്ല. The executive power of the Union of India is vested in the Prime Minister അല്ല. എവിടെയാണ്? Article 53(1) പ്രകാരം the Constitution of India states that the President of India has the executive power of the Union. Article 53(1) പ്രകാരം ആർക്കാണ്? പ്രസിഡന്റിനാണ്. The President of India has executive power of the Union. The President can exercise this power directly or through officers who work under him. The power must be exercised in accordance with the Constitution. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരാ? പ്രൈം മിനിസ്റ്റർ ആണ്. തെറ്റാണ്, പ്രസിഡന്റ് ആണ്. The Prime Minister is the ex-officio chairman of the Civil Service Board. അതും അവിടെ തെറ്റാണ്. Neither 1 nor 2. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയല്ല. ഇവിടെ പ്രൈം മിനിസ്റ്റർ അല്ല, പ്രസിഡന്റ് ആണ് വരേണ്ടത്. The provisions in 5th schedule and 6th schedule in the Constitution of India. 5th ഉം 6th ഉം ഷെഡ്യൂൾ എന്താ പറയുന്നത്? ട്രൈബ്സിന്റെ, ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ പ്രൊട്ടക്ഷനും അവരുടെ ഇൻട്രസ്റ്റുകളെ കുറിച്ചാണ്. Who or which of the following is the custodian of the Constitution? നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? സുപ്രീം കോർട്ടാണ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന ആരാണ്? സുപ്രീം കോർട്ടാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, മൗലിക അവകാശങ്ങളോ കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എവിടെ പോകാം? സുപ്രീം കോടതിയിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. കസ്റ്റോഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആരാണ്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ്? നെയ്തർ 1 nor 2. ഒന്നും കറക്റ്റ് അല്ല. The Legislative Council of a state in India can be larger in size than half of the Legislative Assembly of that particular state. അങ്ങനെ വരുമോ? ലെജിസ്ലേറ്റീവ് കൗൺസിൽ വലുതാവോ ലെജിസ്ലേറ്റീവ് അസംബ്ലിനേക്കാളും? ഇല്ല. The governor of a state nominates the chairman of Legislative Council of that particular state. അതും തെറ്റാണ്. ഗവർണർ അല്ല അവിടെ ചെയ്യുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. To uphold and protect the sovereignty, unity and integrity of India is a profession made in. ഇത് ഏതിൻ്റെ അകത്ത് വരുന്നതാ? ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് വരുന്ന പ്രൊഫഷൻ ആട്ടോ. To uphold and protect the sovereignty, പരമ അധികാരം, unity and integrity of India. The idea of welfare state in the constitution is enshrined in its, നമുക്കറിയാം DPSP യിലാണ് വെൽഫെയർ സ്റ്റേറ്റ്, ക്ഷേമരാഷ്ട്രം. There is a parliamentary system of government in India because. എന്തുകൊണ്ടാണ് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് നമ്മൾ പറയാനുള്ള കാരണം എന്താണ്? അതിന്റെ റീസൺ ഓപ്ഷൻ ഡി ആണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് ആരോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു? ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റർ. ലെജിസ്ലേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. ദാറ്റ് ഈസ് ലോക്സഭയോട് അവര് റെസ്പോൺസിബിൾ ആണ്. ഓർത്തിരിക്കുക, പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Consider the following statements regarding the directive principles of state policy. DPSP-യുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെയാണ് ശരി? നമ്മൾ കുറെ കണ്ടതാണ്. സോഷ്യലും എക്കണോമിക്കലുമായിട്ടുള്ള ഡെമോക്രസി. The principles spell out such social economic democracy in the country. സോഷ്യലും എക്കണോമിക്കലും ആയിട്ടുള്ള ഡെമോക്രസി വേണം.
The provisions contained in these principles are not enforceable by any court. നമുക്ക് കോടതികളിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കുമോ DPSP? ഇല്ല. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമാണ് നമുക്ക് കോടതികളിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഈ സോഷ്യലും എക്കണോമിക്കുമായിട്ടുള്ള ഡെമോക്രസി അത് ഉറപ്പായിട്ടും നമ്മുടെ DPSPയിൽ മാത്രമല്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്, നോട്ട് ചെയ്യുക. The Parliament of India acquires the power to legislate on any item in the state list in the national interest. നമ്മൾ കണ്ടതാണ്. അതായത് പാർലമെന്റ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം എങ്ങനെയാണ് ലെജിസ്ലേറ്റ് ചെയ്യേണ്ടത്, മാറ്റം വരുത്തേണ്ടത്, നിയമമാക്കേണ്ടത് നാഷണൽ ഇൻട്രസ്റ്റിന്റെ ബേസിലായിരിക്കണം. അതെങ്ങനെയാണ്? ഇഫ് എ റെസൊല്യൂഷൻ ടു ദാറ്റ് എഫക്ട് ഈസ് പാസ്ഡ് ബൈ, അതിന് വേണ്ടിയുള്ള ഒരു റെസൊല്യൂഷൻ അവർ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞായിരുന്നു രാജ്യസഭയാണ് അത് പാസ് ചെയ്യുന്നത്. നമ്മളൊരു ക്വസ്റ്റ്യനകത്ത് കണ്ടതാ. രാജ്യസഭ ബൈ എ മജോറിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. അവിടെയുള്ള മെമ്പേഴ്സിൽ 2/3 കുറയാത്ത ഒരു മജോറിറ്റി, ഒരു ഭൂരിപക്ഷമാണ് അവിടെ വേണ്ടത്. നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽ ഒരു കാര്യം ലെജിസ്ലേറ്റ് ചെയ്യാൻ ആർക്ക് അധികാരമുള്ളത്? രാജ്യസഭയിലേക്കാണ്. അത് എന്തിന്റെ ബേസിലാ? ഇൻ ദ നാഷണൽ ഇൻട്രസ്റ്റ്, അതായത് യൂണിയൻ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് ആ കാര്യത്തിൽ. സ്റ്റേറ്റ് ലിസ്റ്റ് ആണെങ്കിൽ പോലും അവിടെ നോക്കേണ്ടത് രാജ്യസഭയാണ്. അതും നമ്മളൊരു ക്വസ്റ്റ്യനകത്ത് കണ്ടതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഏതൊക്കെയാണ് കറക്റ്റ്? ഓൺലി 2 ആണ് കറക്റ്റ്. A bill pending in the Rajya Sabha which has not been passed by the Lok Sabha shall not lapse on a dissolution of the Lok Sabha. Okay, അത് 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തെറ്റാം. ചീഫ് സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് ദ ചീഫ് സെക്രട്ടറി ഇൻ എ സ്റ്റേറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ആണ്. അല്ല, ചീഫ് സെക്രട്ടറിനെ നിയമിക്കുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ്, മുഖ്യമന്ത്രിയാണ് ആ സ്റ്റേറ്റിന്റെ. ദ ചീഫ് സെക്രട്ടറി ഇൻ എ സ്റ്റേറ്റ് ഹാസ് എ ഫിക്സഡ് ടെനർ. ഫിക്സഡ് ടെനർ ഇല്ല, ഫിക്സഡ് ആയിട്ടൊരു കാലഘട്ടം ഇല്ല. ഫോർ എലക്ഷൻ ടു ദ ലോക്സഭ ഈ നോമിനേഷൻ പേപ്പർ ക്യാൻ ബി ഫയൽഡ് ബൈ. അതായത് ഒരു ലോക്സഭയിലേക്കുള്ള ഇലക്ഷന് വേണ്ടി നോമിനേഷൻ പേപ്പർ ആർക്കൊക്കെ ഫയൽ ചെയ്യാനുള്ള അവകാശമുണ്ട്? എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഓക്കെ, അല്ല സോറി, ഓപ്ഷൻ സി ആണ്. എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹൂസ് നെയിംസ് അപ്പിയേഴ്സ് ഇൻ ദ ഇലക്ടോറൽ റോൾ ഓഫ് എ കോൺസ്റ്റിറ്റ്യുവൻസി. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മണ്ഡലത്തിന്റെ ഇലക്ടോറൽ റോളിനകത്ത് പേര് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നോമിനേഷൻ പേപ്പർ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും തെറ്റാണ്. നെയ്തർ. ഇൻ ദ ഇലക്ഷൻ ഫോർ ലോക്സഭ ഓർ സ്റ്റേറ്റ് അസംബ്ലി ദ വിന്നിംഗ് കാൻഡിഡേറ്റ് must get at least 50% of the votes polled to be declared elected. അങ്ങനെയാണോ? 50% വോട്ട് കിട്ടിയ ആള് ജയിച്ചു എന്നാണോ നമ്മൾ പറയുന്നത് ഇലക്ഷനിലും സ്റ്റേറ്റ് അസംബ്ലിയിലും? അല്ല, ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത്, ആർക്കാണ് മെജോറിറ്റി കിട്ടുന്നത്, അവരാണ് ഇവിടെ ജയിക്കുന്നത്. According to the provisions laid down in the Constitution of India, in Lok Sabha, the Speaker's post goes to the majority party and deputy speakers to the opposition എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്താ പറയുന്നത്? സ്പീക്കർ മെജോറിറ്റി ഭൂരിപക്ഷമുള്ള പാർട്ടി, റൂളിംഗ് പാർട്ടിയിലേക്ക് തന്നെ പോകും. ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യം പലതാട്ടോ കണ്ടത്, പല രീതിയിലുള്ള ആൻസേഴ്സ് ആണ് കണ്ടത്. കറക്റ്റ് ആയിട്ട് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ അത് കമന്റ് ചെയ്യുക. ഓക്കെ. റൈറ്റ് ടു വോട്ട് ആൻഡ് ടു ബി ഇലക്റ്റഡ് ഇൻ ഇന്ത്യ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. റൈറ്റ് ടു വോട്ട്, വോട്ട് ചെയ്യാനും ആൻഡ് ടു ബി ഇലക്റ്റഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. മാറിപ്പോവരുത്, ലീഗൽ റൈറ്റ് അല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓൺലി 3 ആണ് കറക്റ്റ്. ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ 5-member ബോഡി ആണോ? അല്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്യുമ്പോൾ ഒരൊറ്റ മെമ്പർ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ 3 members ആക്കി. 1989 61st കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് വന്നപ്പോൾ 1 നിന്ന് 3 ആക്കി കൂട്ടി. അത് തെറ്റാണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ഡിസൈഡ്സ് ദ ഇലക്ഷൻ ഷെഡ്യൂൾ ഫോർ ദ കണ്ടക്ട് ഓഫ് ബോത്ത് ജനറൽ ഇലക്ഷൻസ് ആൻഡ് ബൈ ഇലക്ഷൻസ്. അതും തെറ്റാണ്. Election Commission resolves a dispute relating to splits, mergers of recognized political party. ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി സ്പ്ലിറ്റ് ചെയ്യുകയോ വിഘടിക്കുകയോ മെർജ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അതിന്റെ ഡിസ്പ്യൂട്ട് തീരുമാനിക്കുന്നത് അവരാണ്. ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. ഇൻ ഇന്ത്യ ജുഡീഷ്യൽ റിവ്യൂ ഇംപ്ലൈസ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടം കൊണ്ട് ബോറോ ചെയ്ത ഒരു കൺസെപ്റ്റ് ആണത്. The power of the judiciary to pronounce upon the constitutionality of laws and executive orders. അതായത് എന്തെങ്കിലും ഒരു ലോയും നിയമങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ജുഡീഷ്യറിക്ക് പറയാനുള്ള അധികാരമുണ്ട്. എന്ത്? അതിന്റെ
ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള അവകാശം ആർക്കുണ്ട്? ജുഡീഷ്യറിക്ക് അതിനുള്ള പവർ, അധികാരം ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് സെലക്ട് ദ കറക്റ്റ് ആൻസർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ആണ് കറക്റ്റ് ആൻസർ. Which of the following are not necessarily the consequences of the proclamation of president's rule in a state? ഒരു സ്റ്റേറ്റിലെ രാഷ്ട്രപതി ഭരണം, പ്രസിഡന്റ്സ് റൂൾ, ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡന്റ്സ് റൂൾ കൊണ്ടുവന്നാൽ ഏതൊക്കെയാണ് നോട്ട് നെസസറിലി ദ കോൺസിക്വൻസസ് അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അവിടെ വരില്ല. ഡിസൊല്യൂഷൻ ഓഫ് ദ ലോക്കൽ ബോഡീസും വരത്തില്ല. ഡിസൊല്യൂഷൻ അവിടെ വരത്തില്ല. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടതാണ്. ഓക്കെ, 1ഉം 3ഉം ആണ് അവിടെ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. ഡിസൊല്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അവിടെ വരത്തില്ല. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സംസ്ഥാന നിയമസഭകളെ അവിടെ ഡിസൊല്യൂഷൻ വരത്തില്ല. അതുപോലെ ലോക്കൽ ബോഡീസിന്റെ ഡിസൊല്യൂഷൻ, പിരിച്ചുവിടലും അവിടെ വരത്തില്ല. പക്ഷെ റിമൂവൽ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് അതവിടെ വരും. അതെന്റെ കോൺസിക്വൻസസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അത് നോട്ട് ചെയ്യേണ്ടതാട്ടോ. അടുത്തത് ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ആർട്ടിക്കിൾ 23ക്കും 24-നകത്താണ് പറയുന്നത്. ഉത്തരം 1ഉം 4ഉം ആണ്. പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ, ആർട്ടിക്കിൾ 23-കകത്ത് പറയുന്നുണ്ട്. പിന്നെ എന്താണ് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് മൈൻസ്, ആർട്ടിക്കിൾ 24-നകത്തും പറയുന്നുണ്ട്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എവിടെയാണ് വരുന്നത്? 17-ാമത്തെ ആർട്ടിക്കിൾ ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് 29-30 അതിലേക്കാണ് പോകുന്നത്. റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23ഉം 24ഉം ആണ്. അതൊക്കെ നോട്ട് ചെയ്യുക. ഏതാണ് കറക്റ്റ്? ഔട്ട് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ദ വൺ ദാറ്റ് ബ്രിങ്സ് ഔട്ട് ദ പ്രിൻസിപ്പൽ അണ്ടർ ദ ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് ഫോമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരം ഓപ്ഷൻ സി ആണ്. എ മെക്കാനിസം ഓഫ് പാർലമെന്ററി ഡെമോക്രസി ഫോർ എൻഷുറിംഗ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ് ടു ദ പീപ്പിൾ. ഇത് നമ്മളിപ്പോൾ ഒരുപാട് കണ്ടു. അതായത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഗവൺമെന്റിന്റെ കൂട്ടുത്തരവാദിത്തം, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ് എങ്ങോട്ട്? ടു ദ പീപ്പിൾ, നമ്മുടെ ജനങ്ങളിലേക്ക്. അതാണ് പറയുന്നത്. അതായത് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. അവരെങ്ങോട്ട് റെസ്പോൺസിബിൾ ആണ്? ലെജിസ്ലേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭയും വരും. ലോക്സഭ എന്ന് പറയുമ്പോൾ ആരാ? നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ്. അപ്പൊ അവരോട്, ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ ഫെഡറലിസം? ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഫീച്ചർ അല്ലാത്തത്, അതായത് നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ്. ബാക്കിയെല്ലാം നമുക്കൊരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഉണ്ട്. അത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഫീച്ചർ ആണ്. പവേഴ്സ് ഹാവ് ബിൻ ക്ലിയർലി ഡിവൈഡ് ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ്. സെന്ററിനും സ്റ്റേറ്റിനും പല രീതിയിലുള്ള പവേഴ്സ്, അധികാരങ്ങൾ വിഭജിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ദ ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ് ഹാവ് ബിൻ given unequal representation in the രാജ്യസഭ. രാജ്യസഭയിൽ എല്ലാവർക്കും ഈക്വൽ റെപ്രസെന്റേഷൻ ആണോ? അല്ല. It is the result of an agreement among the federating units. സ്റ്റേറ്റ്സും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് തമ്മിൽ എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടോ? ഇല്ല, ഒരു എഗ്രിമെന്റും ഇല്ല. എഗ്രിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഒരു കൺസെപ്റ്റിനകത്ത് അത് വരത്തില്ല. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. Which of the following statements are true of fundamental duties of an citizen? രണ്ടും വരുന്നില്ല. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് രണ്ടും വരുന്നില്ല. Which one of the following objectives is not embodied in the preamble of the constitution? അത് ഏതാണ്? എക്കണോമിക് ലിബർട്ടി. എക്കണോമിക് ലിബർട്ടിനെ കുറിച്ച് പറയുന്നില്ല. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, വർഷിപ്പ് അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ എക്കണോമിക് ലിബർട്ടിനെ കുറിച്ച് പറയുന്നില്ല. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആട്ടോ പ്രയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട്. In the context of India, which one of the following is correct relationship between rights and duties? അവകാശങ്ങൾ അതുപോലെ തന്നെ കർത്തവ്യങ്ങൾ. Rights are correlative with the duties. ഉത്തരം ഓപ്ഷൻ എ ആണ്. The mind of the makers of the Constitution of India is reflected in which of the following? ഏതിനകത്താണ്? preamble ആണ് അല്ലെ? preamble-നകത്താണ്. The Parliament of India exercise control over the functions of the Council of Ministers through ഏതിലൂടെയൊക്കെയാണ്? ഇതെല്ലാം വരുന്നുണ്ട്. അഡ്ജേർൺമെന്റ് മോഷൻ വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ അവർ വരുന്നുണ്ട്, സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. With reference to the Parliament of India, consider the following statements. ഏതൊക്കെയാണ് കറക്റ്റ്? ഒന്നും കറക്റ്റ് അല്ല. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. Which principle among the following was added to the directive principles of state policy by the 42nd amendment to the Constitution?
ഉത്തരം ഓപ്ഷൻ ബി ആട്ടോ. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് DPSP ആഡ് ചെയ്തത് എന്താണ്? പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. നോട്ട് ചെയ്യാട്ടോ. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് എൻ എക്സസൈസ് ഇൻ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷന്റെ ഒരു ഇതാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. വിത്ത് റെഫറൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി കോൺസ്റ്റന്റ് ലിമിറ്റേഷൻസ് എന്തിലൊക്കെയാണ്? ഇതൊന്നും വരുന്നില്ല. ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനകത്തും എക്സിക്യൂട്ടീവിനകത്തും അതിന്റെ ഒരു ലിമിറ്റേഷൻ അങ്ങനെയൊന്നും വരുന്നില്ല. അതായത് ഒരു ക്ഷേമ രാഷ്ട്രം എന്നുള്ള ഇതോടുകൂടി ഉള്ള കുറച്ച് കാര്യങ്ങളാണ്, സ്റ്റേറ്റിന് കൊടുക്കുന്ന കുറച്ച് നിർദ്ദേശക തത്വങ്ങളാണ്. അതല്ലാണ്ട് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ അങ്ങനെയുള്ളൊരു ഇതൊന്നും ലിമിറ്റേഷൻസ് ഒന്നും അതിനകത്ത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്തത്. പല ക്വസ്റ്റ്യൻസ് നമ്മൾ PSCയിലും കാണുന്നതാണ്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഡെപ്തിൽ ചോദിക്കുന്നുണ്ട്. ഇത്രയും ഡെപ്തിലേക്ക് നമുക്ക് പോവേണ്ട ആവശ്യമില്ല. കാരണം UPSC ആണ്, നാഷണൽ ലെവലിൽ നടക്കുന്ന വലിയൊരു എക്സാം ആണ്. പക്ഷെ എന്നാലും പല ക്വസ്റ്റ്യൻസും നമ്മൾ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.